പാല് പലർക്കും കുറവുള്ള കഥകൾ ഒരുപാട് നാട്ടിൽ പ്രചരിക്കുന്നുകൊണ്ടായിരിക്കണം അമ്മ തീരുമാനിച്ചു എന്ത് വന്നിട്ടുണ്ടെങ്കിലും പാലില്ലാതെ എൻ്റെ പേരക്കുട്ടി കഷ്ടപ്പെടരുത്. എന്നോട് ആദ്യം തന്നെ പറഞ്ഞു ചെറുപയർ കഴിച്ചാൽ പാലുണ്ടാവുമെന്ന്. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ ആഴ്ചയിൽ തുടങ്ങിയ ഫുഡാണ് ചെറുപയർ. 9 മാസം ചെറുപയറോട് ചെറുപയറായിരുന്നു. പക്ഷെ ശരിക്കും ഈ ചെറുപയറും എൻ്റെ പാലും തമ്മിൽ കണക്ഷൻ അതുകൊണ്ട് മാത്രമാണ് പാലുണ്ടായെന്ന് ചോദിച്ചാൽ അല്ല. ഞാനൊരു ലാക്ടേഷൻ പ്രൊഫഷണൽ കൂടിയാണ്. അതിൽ നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ലാച്ചിങ്, അതായത് എത്ര പ്രാവശ്യം കുഞ്ഞ് സക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ പാലുണ്ടാവും. ഇപ്പം നമ്മൾ എന്ത് കഴിച്ചു കുഞ്ഞിനൊരു പ്രോപ്പർ ലാച്ചിങ് ഇല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പാൽ ഓട്ടോമാറ്റിക്കലി കുറയും. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആ പാലിൻ്റെ ക്വാളിറ്റിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് ചെറുപയർ മാത്രമാണ്, ഉലുവ, ജീരകം അതുപോലത്തെ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്ന നോർമലി കഴിക്കുന്ന പൾസസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ നമ്മൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള അയൺ, കാൽഷ്യം, ഇതെല്ലാം ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് കുട്ടീനെ എങ്ങനെ ലാച്ച് ചെയ്യണം. ചിലപ്പോൾ ഇംപ്രോപ്പർ ലാച്ചിങ് ആയിരിക്കും പ്രശ്നം, പാലുണ്ടാവാത്ത. അപ്പോൾ കുഞ്ഞിനെ ലാച്ച് ചെയ്യാതെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ മിൽക്ക് കെട്ടിക്കിടക്കുകയും അതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതായിരിക്കും കൂടുതലും ഞാൻ കണ്ടുവരുന്നത്. വെറുതെ മുഴുവൻ നാളും ഗ്യാസ് ഉണ്ടായിരുന്ന ഞാൻ ചെറുപയറും കൂടെ 9 മാസം കഴിച്ചു. അത് കഴിച്ചു ഇച്ചിരി നാൾ. ഡോക്ടറെ കണ്ടെങ്കിൽ ഗതിയിലേക്ക് ഞാൻ വരില്ലായിരുന്നു. ചിലർക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ പാല് കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോർമുല കൊടുക്കുന്നത് ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ കൊച്ചിന് ഫോർമുല കൊടുക്കുന്നത് ഒന്ന് കൊള്ളത്തില്ല. 2 അങ്ങനെ കൊടുത്താൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും കുഞ്ഞ് തിരികെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ താല്പര്യനാവത്തില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം മിൽക്ക് കുറവ് കാണുന്നത് ഈ സി സെക്ഷനിലാണ്. ഒരു നോർമൽ ഡെലിവറി പ്രോസസ്സിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞ് വരുന്ന ആ പ്രോസസ്സിൽ പല ഹോർമോൺസ് ലൈക്ക് ഓക്സിറ്റോസിനൊക്കെ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് വരുന്ന ആ ലേബർ പ്രോസസ്സിൽ നമ്മുടെ ബ്രസ്റ്റും അതേപോലെ തന്നെ ഇതിന് പ്രിപ്പയർഡ് ആയി തുടങ്ങും. പക്ഷേ സിസേറിയൻ എന്ന് പറയുന്നത് വിത്തിൻ ആൻ 6 കുഞ്ഞ് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മേ ബി ചിലപ്പോൾ അവർക്ക് ഇനിഷ്യലി ഫ്യൂ ഡേയ്സ് കുറവായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന ഒരു പ്രഗ്നൻസി കെയറിൽ തന്നെയായിരിക്കും. മേ ബി നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ഹാവ് സം പേഷ്യൻസ്, ലാച്ചിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, സെയിം വേ ഫോർമുല ഫീഡിങ്. പക്ഷെ നമ്മൾ ഫോർമുല ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പറയുന്ന ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കുക എന്നുള്ളത്. നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കുട്ടിക്ക് either ഗോകർണം പോലത്തെ സാധനത്തിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ ഫീഡിങ്. അത് കുട്ടി പാലല്ല, കുട്ടിക്ക് സക്കിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നു, അടുത്ത ദിവസം നമുക്ക് കൈയൊക്കെ കഴിക്കുന്നതിന് നമ്മൾ അത്രയും നാൾ നമ്മൾ വ്യായാമം ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ മസിൽസ് ഉപയോഗിക്കാത്ത. അപ്പോൾ കുട്ടികളിൽ ജനിക്കുന്നൊരു കുട്ടി ചിലപ്പോൾ ഒരു 3 kg ഒക്കെ ആയിരിക്കാം. അപ്പോൾ കുട്ടിയുടെ മസിൽസ് ഭയങ്കര ഫ്ലാബിയാണ്, ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് സക്കിയും ഇവർക്ക് കഴയ്ക്കും. നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കൊച്ചു ഉറങ്ങുന്നത് വീണ്ടും ഇട്ട് തോണ്ടും. അപ്പോൾ ഉടനെ കൊച്ചു വീണ്ടും സക്കി വീണ്ടും തോണ്ടും. കാരണം അവർ ഈ നിർത്തുന്നത് അവർ കഴയ്ക്കുന്നത് കൊണ്ട് നിർത്തുന്നത്. സോ നമ്മളെപ്പോഴും പറയാം അതിന് ടൈം കൊടുക്കുക. എന്നിട്ട് ഒരു വീണ്ടും ബ്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാലിലിക്കളാക്കുന്നത്, ചെവിയിലിക്കളാക്കുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അപ്പം നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പാട് വരുന്നത്. ഫോർമുല ഫീഡിങ് ഉള്ളതല്ല ഇഷ്യൂ, ദ വേ ഓഫ് ഫീഡിങ് ആണ്.